എന്തിനാ പേടിക്കുന്നേ? അത് 1800കളിൽ നടന്നൊരു കഥയല്ലേ. ചില നിഗൂഢതകളുണ്ട്, അത് സത്യമാണ്. ആ സായിപ്പ് ഇവിടെ വന്നത് ശരിക്കും തേയിലക്കൃഷി നടത്താനായിരുന്നു. ഉള്ള മലകളൊക്കെ വെട്ടിപ്പിടിച്ചു, കാട് വെട്ടിത്തെളിച്ചു, കാട്ടുമൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി. അങ്ങനെ ഈ മലയിൽ വാണ സായിപ്പ് ധാരാളം ബംഗ്ലാവുകളൊക്കെ പണിഞ്ഞു. അദ്ദേഹം ഈ മലയ്ക്കൊരു പേരിട്ടു, ബ്രൈമോർ. ഇവിടെ 2 കിലോമീറ്റർ നമ്മളിവിടെ നിന്ന് ഈ റോഡ് നേരെ കയറി ചെല്ലുമ്പോൾ AD 1880 ഒരു സായിപ്പ് താമസിച്ച ഒരു ബംഗ്ലാവുണ്ട്. ഫോട്ടോ സൈറ്റാണ്. ഫോട്ടോ എടുക്കുക, അവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓഫ് റോഡ് 1 കിലോമീറ്റർ മാറി ചെല്ലുമ്പോൾ ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ടുണ്ട്. അവിടെ വാട്ടർഫാളുണ്ട്, സേഫാണ്, കുളിക്കുക. നമുക്ക് ആളുകൾ കൂടുതലായതുകൊണ്ട് നമുക്ക് സമയം ഒരു ദിവസം ഫുള്ളുണ്ട്. സമാധാനത്തിൽ നിന്ന് കുളിച്ച് റെസ്റ്റ് ചെയ്ത് വരിക. മോഡേണായിട്ടൊന്നുമില്ല, നാച്ചുറലാണ്. പിന്നെ ഫാമിലിക്കൊക്കെ ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റായിട്ട് കുളിക്കടവ് വെച്ചിട്ടുണ്ട്, ഒന്നിലധികം ഉണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യണം, ഒരു ഇതേ ഉള്ളൂ. ആവശ്യമില്ല, നേരെ പോയാൽ ഇല്ല, ഒരു ദിവസത്തേക്കാണ് എൻട്രി. നമ്മൾ കാര്യം ഓടി വരാനല്ല, നമ്മൾ വളരെ സമാധാനത്തിൽ വന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇതുവഴി അങ്ങ് പോവാം. നമുക്ക് ഇതുവഴി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. കമ്പനി വെച്ചേക്കുന്നത് ഒരു ഫെർഗറ്റ് ഒരാൾക്ക് 200 ഇപ്പോൾ എത്ര പേരുണ്ട് അതിനകത്ത്? ഒരാളേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ അടച്ച് അവിടെ ഒരു പാസ് എടുത്ത് എഴുതാനൊരു സാറ് പോകണം. ശരി, അപ്പോൾ കാർ കൊണ്ടുപോകാം. ഇപ്പോഴേ കാറിലാണ് പോകേണ്ടത്. ശരി. അല്ല, അവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കണോ? ഇപ്പോൾ ടിക്കറ്റ് ഉണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ ടീ ഫാക്ടറിയാണ്. അത് AD 1883 അതും സായിപ്പിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ അവിടെ അതിനകത്ത് കയറി കാണാം. ഫോട്ടോ ഒക്കെ എടുക്കാം. കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന സായിപ്പ്. കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുമ്പോൾ അടിമകളുടെ നെറ്റി വിയർക്കണം. പ്രഹരശേഷിയുള്ള ചാട്ടവാറിൻ്റെ മുഴക്കങ്ങൾ അവിടെയും ഇവിടെയും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ടിക്കറ്റ് ഇതാണ് ബ്രൈമൂറിലെ തേയില ഫാക്ടറി. നമ്മൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ മെയിൻ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ഏതോ സാറ് ഉണ്ടെന്നാണ് ആ ഗേറ്റിൽ രാമേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. നമുക്കവിടേക്ക് പോയി നോക്കാം. അങ്ങിങ്ങായി വാനരന്മാർ ചാടി ഓടുന്ന കാഴ്ചകൾ കാണാനായി. കാടാണ്, കാട്ടിനുള്ളിലാണ് നമ്മൾ. ചുറ്റും ചെങ്കുത്തായ വൻ മലനിരകൾ. ചെറിയൊരു ഭയം തോന്നാതെയല്ല. മലയിലെങ്ങാനും മഴ പെയ്താൽ, വെള്ളമൊലിച്ചിറങ്ങിയാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇന്നുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും. തേയിലയുണ്ട്, പക്ഷെ കവാത്തില്ല. പ്രോസസ്സിംഗ് ഒന്നുമില്ല, മെഷീൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. മെഷീനെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, പക്ഷെ ചെയ്യുന്നില്ല. കമ്പനി തന്നെ മറ്റ് തേയില ഫാക്ടറികളുണ്ട്. അപ്പോൾ ഈ നിലവിൽ ചെടികളൊക്കെ ചെടികൾ വളർന്നു വലുതായി. റബ്ബർ മാത്രമേ റബ്ബർ, ഗ്രാമ്പ്, കുരുമുളക്, ജാതി, തേങ്ങ, കമുക്, അത് മാത്രമേ ആദായം എടുക്കുന്നുള്ളൂ. വിദ്യ സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഇക്ബാലിൽ പഠിച്ചു. പേരെന്താ? എൻ്റെ പേര് അജ്മൽ. എന്നെ അറിയാമോ? എനിക്ക് പരിചയമുണ്ട് നിങ്ങളെ. ഇക്ബാൽ കോളേജിലാണ് പഠിച്ചത്. ഏത് ഗ്രൂപ്പായിരുന്നു? 3rd ആയിരുന്നു, 4th ആയിരുന്നോ? അറിയാൻ ചാൻസ് ഉണ്ട്. അതെ. അമ്പരചുംബികളായ മലകൾക്ക് താഴെ കുഞ്ഞരുവിയുടെ ഓരത്തായിരുന്നു ആ കുരിശടി ഞാൻ ആദ്യമായി കണ്ടത്. ദൂരെ കാടിനിരമ്പമുണ്ടോ? മലകൾ മൂളുന്നുണ്ടോ? ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായി 2 പേർ മുൻപ് മരിച്ചു എന്ന് വാച്ചർ പറഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ വഴി വന്നത്? ഒരു തലനരച്ച അമ്മാവൻ എന്നോട് ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഇതുവഴി ആരും വരാറില്ല. മുഴുവൻ ഓഫ് റോഡാണ്. നിങ്ങളുടെ വണ്ടി 4 വീൽ ഡ്രൈവാണോ? അല്ല. നോക്കൂ, ഈ കുഞ്ഞരുവിയെ കാണുന്നുണ്ടോ? ഇത് ചിലപ്പോൾ സംഹാര ദുർഗയായി താണ്ഡവമാടി
കുലംകുത്തി ഒഴുകാറുണ്ട് ഇതുവഴി. ആണോ? അതെ. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നോടൊപ്പം വരാൻ, ഇവിടെ നിൽക്കാൻ? ചുമലിൽ തൂക്കിയ തേയിലക്കുട്ടകളുമായി വരിവരിയായി പോകുന്ന തൊഴിലാളികൾ, അവർക്ക് ചുറ്റും അരയോളം വളർന്ന തേയിലക്കാട്, അരിച്ചിറങ്ങുന്ന കോടമഞ്ഞ്, അവ കിന്നാരം പറയുന്ന ഉഷസ്സുകൾ. ഇന്നിവിടെ ഒന്നുമില്ല, തികച്ചും വിജനം. തേയിലച്ചെടികൾക്ക് പകരം വളർന്നു വലുതായ തേയിലമരങ്ങൾ, പിന്നെ ജോലി നഷ്ടപ്പെട്ട നൂറുകണക്കിന് പാവങ്ങളുടെ നെടുവീർപ്പുകൾ മാത്രം. ഒരു ഹെയർ പിൻ ടേണിങ് കഴിഞ്ഞു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞാൻ എൻ്റെ കുഞ്ഞു വാഹനം പാർക്ക് ചെയ്തു. ഓഫ് റോഡ് കണ്ടത് വല്ലാതെ പേടിച്ചിരിക്കുന്നു. ആച്ചു വിറയ്ക്കുന്നുണ്ട്. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ നടന്നുപോയി നോക്കിയിട്ട് വരാം. ഒരർത്ഥത്തിൽ നല്ല പ്രകൃതിയാണിത്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, ചെറിയ കാറ്റുണ്ട്. ഓ, ഇതാണ് രാമേന്ദ്രേട്ടൻ പറഞ്ഞ ആ ഹെലിപ്പാഡല്ലേ? ഇവിടെ വാട്ടർഫാൾ കാണാനും കുളിക്കാനും വരുന്നവർ വാഹനം പാർക്ക് ചെയ്യുന്ന ഇടമാണിപ്പോൾ. ഒരു വാഹനം എതിരെ വന്നാൽ സൈഡ് കൊടുക്കാൻ ആൾക്കാർ പെടുന്ന പാട് ഇങ്ങോട്ടുള്ള വഴി മുഴുവൻ ഞാൻ കണ്ടതാണ്. ഒരു സൈഡിൽ കൊക്കയാണ്, മറു സൈഡിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന കുന്ന്, മല. നിങ്ങളിവിടെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമില്ലല്ലോ. എവിടെയാണ് പറയണത്? എന്നെ പറയാം.
അമ്മ പോണോ ആന്റി ആ തോർത്ത് നിങ്ങോട്ട് എടുക്കോ ശരി. ബ്രൈമൂർ എസ്റ്റേറ്റിലെ കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട്. ബംഗ്ലാവ്, ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിൻ്റ്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. പക്ഷെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. ധാരാളം കാഴ്ചകൾ ഇനിയും ബാക്കി, അറിയാൻ, ആസ്വദിക്കുവാൻ. നിങ്ങളുടെ സ്നേഹ സാന്നിധ്യത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ കൂടെ വന്നതിന്, കയറ്റങ്ങൾ കയറുമ്പോൾ നിങ്ങൾ തളർന്നതിന്, നമ്മൾ തമ്മിൽ ചെറുതായി ചിലപ്പോഴൊക്കെ സംസാരിച്ച് പിണങ്ങിയതിന്. കൂടെ വരൂ, യാത്രകൾ രസകരമല്ലേ? സ്നേഹപൂർവ്വം, സാഫ്രോൺ.